ആകാശവും ഭൂമിയും സമുദ്രവും അവയിൽ ഉള്ളതൊക്കെയും സൃഷ്ടിച്ചവനായ നമ്മുടെ പരിശുദ്ധനായ ദൈവത്തിൻ്റെ നാമം ഇന്ന് രാത്രിയിൽ മഹത്വപ്പെടട്ടെ. സകല സൃഷ്ടികൾക്കും ആദ്യജാതനായി അനാദി മുതൽ ദൈവമായിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിലുള്ള വന്ദനങ്ങളെ എല്ലാവർക്കും അറിയിക്കുന്നു. വീണ്ടും നമുക്ക് ഒരുമിച്ച് കർത്തൃസന്നിധിയിലേക്ക് വരുവാൻ ദൈവം അവസരം നൽകിയതിനായിട്ട് സ്തോത്രം. നാം എല്ലാം അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ സംരക്ഷണത്തിനായി ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന കരുതലുകൾക്കായും കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തെ ആസ്പദമാക്കിക്കൊണ്ട് വിവിധ വിഷയങ്ങളെ അല്പം വിശാലമായിട്ട് വെളിപ്പാട് പുസ്തകത്തിലെ അതാത് വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നതിൽ നിന്നും കുറച്ചുകൂടെ വിശാലമായിട്ട് പഠിക്കുകയായിരുന്നു. വേദപുസ്തകത്തിൻ്റെ മൊത്തമായ ഒരു പഠനമാണ് ആ വിഷയങ്ങളിൽ നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. മരിച്ചവരുടെ ഉയർപ്പ്, വിവിധ ന്യായവിധികൾ, 1000 ആണ്ട് വാഴ്ച, സാത്താനെ ബന്ധിക്കുന്നത്, അവൻ്റെ നിത്യനാശത്തിലേക്കുള്ള തള്ളപ്പെടൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന അതേ ഭാഗങ്ങളോട് പൂർണ്ണമായും പറ്റി നിൽക്കുക മാത്രമായിരുന്നില്ല, അല്പവും കൂടെ വിശാലമായി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇറങ്ങി ചിന്തിക്കുകയായിരുന്നു. ഇപ്പോൾ വെളിപ്പാട് പുസ്തകവും യുഗാന്ത്യ വിജ്ഞാനീയം എന്ന് പറയുന്ന, അന്ത്യകാല ശാസ്ത്രം എന്ന് വിളിക്കുന്ന വിഷയങ്ങളെയും കൂടെ ക്രോഡീകരിച്ചുകൊണ്ടുള്ള പഠനമാണ് നമ്മൾ 20-ാം അധ്യായത്തിൽ നടത്തിക്കൊണ്ടിരുന്നത്. 20-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ച ആ വിഷയങ്ങളെക്കുറിച്ച് കുറെ കൂടെ വിശാലമായി പഠിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതിനുള്ള ഘടകങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഇങ്ങേയറ്റം യേശുക്രിസ്തുവിൻ്റെ സഹസ്രാബ്ദ സമയത്ത് പലസ്തീൻ്റെ അവസ്ഥയെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനായിട്ടുണ്ട്. അന്നത്തെ ഭൂപ്രകൃതികളെക്കുറിച്ച് കുറെ കൂടെ നമുക്ക് വിശാലമായിട്ട് പഠിക്കാം. എങ്കിലും നമ്മൾ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. നമ്മൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ആ ഭാഗങ്ങളിൽ ശ്രദ്ധിച്ചു. യെഹെസ്കേൽ 40 മുതൽ അല്ലെങ്കിൽ 37 മുതൽ തന്നെ 48 വരെയുള്ള അധ്യായങ്ങളെ ആസ്പദീകരിച്ചുകൊണ്ട് അതുപോലെ അവിടെ നമ്മൾ പറയുന്ന ഈ വെള്ളം ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന പ്രാണികൾ ജീവിക്കും എന്നൊക്കെയുള്ള നമ്മുടെ ഇടയിലെ ചില പ്രത്യേക പ്രയോഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുമൊക്കെ നമുക്ക് അക്ഷരീയമായി വീണ്ടും എടുത്ത് പഠിക്കാനായിട്ട് സാധിക്കുന്നതാണെങ്കിലും ആ ഭാഗങ്ങളിലേക്ക് നമ്മൾ പോകാതെ 21-ഉം 22-ഉം അധ്യായങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ 20-ാം അധ്യായം ഒന്ന് ഉപസംഹരിച്ച് നിർത്തി. എങ്കിൽ കൂടെ എന്തെങ്കിലും വിശദീകരണങ്ങൾ ആ ഭാഗങ്ങളിൽ വേണമെങ്കിൽ ചോദിക്കാം, സംശയങ്ങൾ എന്തെങ്കിലും അവശേഷിക്കുന്നെങ്കിൽ. ഇല്ലെങ്കിൽ നമുക്ക് 21-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യാം. ഒന്നുമില്ല എന്ന് തന്നെ മനസ്സിലാക്കട്ടെ. നമ്മൾ അറിയുന്നത് പോലെ 21-ഉം 22-ഉം അധ്യായങ്ങൾ
നിത്യതയെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട ദ കറന്റ് എർത്ത്, ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ 20-ാം അധ്യായത്തോടുകൂടെ തീരുകയായി. ഇരുപതാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം നമുക്കൊന്നും കൂടെ വായിക്കാം. ചാപ്റ്റർ 20 വേഴ്സ് 11. എളുപ്പം ആരെങ്കിലും ഒരാൾ Then I saw a great white throne and him who sat on it. From those face the earth and the heaven fled away, and there was found no place for them. Yeah. The second part of that verse 11. From the face of the one, or from the presence of the one who is sitting on the throne, the present earth and heavens fled away. No more place for them. നാം വെള്ളസിംഹാസന ന്യായവിധിയുടെ സമയത്ത് തന്നെ കാണുകയാണ്. അല്ലെങ്കിൽ അവിടെ യോഹന്നാൻ പറയുകയാണ്, വലിയ വെള്ളസിംഹാസനത്തിൽ ഇരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എന്ന ന്യായാധിപൻ, അവന്റെ സന്നിധിയിൽ നിന്ന് ആകാശവും ഭൂമിയും മാറിപ്പോകുന്നു, ഓടിപ്പോകുന്നു. പിന്നെ അവയെ കണ്ടതില്ല. ഇപ്പൊ നിത്യതയ്ക്ക് മുമ്പ്, ബിഫോർ ദ കമൻസ്മെന്റ് ഓഫ് നിത്യത, ഇറ്റേണിറ്റി, ഇറ്റ് ഈസ് റിക്വയർഡ് that some other things be taken place, as seen in chapter 20. അനന്തമായ അല്ലെങ്കിൽ നിത്യതയുടെ തുടക്കത്തിന് മുമ്പേ നിറവേറേണ്ടതായ ചില ഘടകങ്ങളെക്കുറിച്ച് 20-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നു. നിത്യതയ്ക്ക് മുൻപ്, നിത്യതയുടെ ആരംഭത്തിനു മുമ്പ് സംഭവിക്കേണ്ട ചില കാര്യങ്ങളാണ് നാം കാണുന്നത്. സാത്താനെ ബന്ധിക്കുന്നതും അവനെ അഴിച്ചുവിടുന്നതും. ബൈൻഡിങ് ഓഫ് ദ ഡെവിൾ ആൻഡ് റിലീസിങ് ഓഫ് ഹിം ഫോർ എ വൈൽ. Then the millennium of Jesus, യേശുക്രിസ്തുവിന്റെ സഹസ്രാബ്ദം. യേശുക്രിസ്തുവിന്റെ സഹസ്രാബ്ദം. പിന്നെ റിസറക്ഷൻ ഓഫ് ഓൾ ദ ഡെഡ്, സകല മരിച്ചവരുടെയും ഉയർപ്പ്. Another thing is judgment of all. Judgment of all. സകലരുടെയും ന്യായവിധി. സകലരുടെയും ന്യായവിധി. നമ്മൾ ഇന്നലെയും കണ്ടു, ഏറ്റവും ഒടുവിൽ ന്യായം വിധിക്കപ്പെടുന്ന ശത്രു, ഏറ്റവും ഒടുവിൽ നീക്കപ്പെടുന്ന ശത്രു ഓർമ്മയുണ്ടല്ലോ. മരണം. അപ്പൊ മരണത്തിന്റെ വരെ ന്യായവിധി അല്ലെങ്കിൽ ശിക്ഷാവിധി നടക്കപ്പെടണം ദൈവത്തിന്റെ അല്ലെങ്കിൽ കർത്താവിന്റെ നിത്യത തുടങ്ങുന്നതിന് മുമ്പ്. അപ്പൊ സാത്താന്റെ ബന്ധനം, അവനെ ബന്ധിക്കുന്നതും അല്പകാലത്തേക്ക് അഴിച്ചുവിടുന്നതും, യേശുക്രിസ്തുവിന്റെ 1000 ആണ്ട് വാഴ്ച, എല്ലാ മരിച്ചവരും ഉയർത്തെഴുന്നേൽക്കുക, സകല മനുഷ്യരുടെയും അല്ലെങ്കിൽ സകല സൃഷ്ടികളുടെയും ന്യായവിധി നടക്കുക,
പിന്നെ ഗോഗ് മാഗോഗ് യുദ്ധം, ബാറ്റിൽ ഓഫ് ഗോഗ് ആൻഡ് മാഗോഗ്. And finally, purification of this universe with fire. ഈ പ്രപഞ്ചത്തെ അഗ്നിയാൽ ശുദ്ധീകരിക്കുക. അഗ്നിശുദ്ധീകരണം, അഗ്നിയാലുള്ള ശുദ്ധീകരണം. ഇത്രയും കാര്യങ്ങൾ ക്രിസ്തുവിന്റെ നിത്യതയ്ക്ക് മുമ്പ്, നിത്യതയുടെ തുടക്കത്തിന് മുമ്പ് സംഭവിക്കേണ്ടിയിരിക്കുന്നു. അതെല്ലാം സംഭവിച്ച് നമ്മൾ 20-ാമത്തെ അധ്യായത്തിൽ കാണുകയും ചെയ്യും. ഇതെല്ലാം 20-ാം അധ്യായത്തിൽ സംഭവിച്ച് തീർന്നതായി നമ്മൾ കാണുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നാം ഇപ്പോൾ 20:11 വായിച്ചത്. ആകാശവും ഭൂമിയും സിംഹാസനസ്ഥനായ വലിയ വെള്ളസിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നു, അവയെ പിന്നെ കണ്ടതുമില്ല. Well, before the establishment of the eternal kingdom, all these things are to be done. And the last one is fleeing of this universe, fleeing of this particularly earth. ഈ ഭൂമിയും ആകാശവും, ഈ പ്രപഞ്ചം സ്രഷ്ടാവിന്റെ മുമ്പിൽ നിന്ന് ഓടി മറയുക. അതാണ് നമ്മൾ 20-ന്റെ ഈ 11-ാമത്തെ വാക്യത്തിൽ നിന്ന് വായിച്ചത്. സ്തോത്രം. ആകാശവും, ഇന്ന് നമ്മൾ കാണുന്ന ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുന്നു. നമ്മൾ 2 പത്രോസ് 3:5 കാണുന്നത് പോലെയും 2 പത്രോസ് 3:9 മുതൽ കാണുന്നത് പോലെയും നമ്മൾ ആ ഭാഗങ്ങൾ വായിച്ചിരുന്നല്ലോ. അഗ്നിയാലുള്ള ഒരു ശുദ്ധീകരണം. ഈ ഭൂമിക്ക്, ഈ പ്രപഞ്ചത്തിന് അഗ്നിയാലുള്ള ഒരു ശുദ്ധീകരണം ദൈവം വെച്ചിരിക്കുന്നു. ദൈവത്തിന്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിന്റെ വചനത്താൽ ജലപ്രളയം കൊണ്ട് നശിപ്പിക്കപ്പെട്ട പുരാതന ലോകം, പിന്നെ ഇപ്പോഴുള്ളതും വീണ്ടും ദൈവത്തിന്റെ വചനത്താൽ ഉളവായി. എന്നാൽ അതേ വചനത്താൽ ഇവയെല്ലാം എന്തിനു വേണ്ടി സൂക്ഷിക്കപ്പെടുന്നു? തീയ്ക്കായിട്ട്. അതിന്റെ വിവരണമാണ് നാം പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 9 മുതൽ വിശേഷിച്ച് 10, 11, 12 വാക്യങ്ങളിൽ കാണുന്നത്. ഹഗ്ഗായി പ്രവാചകന്റെ വാക്കുകളെ എബ്രായ ലേഖനകർത്താവ് പകർത്തി എഴുതിയതുമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ചതുകൊണ്ട് അത് പരാമർശിച്ചു മാത്രം ഞാൻ വിട്ടുവന്നേ ഉള്ളൂ. ഈ ഭൂമി ആദാമിന്റെ പാപത്താൽ ശാപഗ്രസ്തമായതാണ്. ഈ ഭൂമി ഹാബേലിന്റെ തുടങ്ങിയ ധാരാളം നീതിമാന്മാരുടെ രക്തത്താൽ പങ്കിലമാണ്. ഈ ഭൂമി ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തവും വീണ് കുതിർന്ന ഭൂമിയാണ്. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ തുടങ്ങിയുള്ള ധാരാളം ക്രിസ്തുഭക്തന്മാർ
രക്തസാക്ഷികളായി വീണ, അവരുടെ രക്തം ചീന്തപ്പെട്ട, അവരുടെ കണ്ണുനീര് വീണ ഭൂമിയാണ് ഈ ഭൂമി. അതുകൂടാതെ ഈ ഭൂമിയിൽ ധാരാളം മ്ലേച്ഛതകൾ സംഭവിച്ചിട്ടുണ്ട്. കൊലപാതകങ്ങൾ തുടങ്ങി, ലൈംഗിക അതിക്രമങ്ങൾ തുടങ്ങി, ധാരാളം അസാൻമാർഗികതകൾ വിളയാടിയ ഭൂമിയാണിത്. സഹസ്രാബ്ദങ്ങൾ സാത്താന്റെ അധീനതയിൽ കിടന്ന ഭൂമിയാണിത്. This earth we know is cursed because of the sin of man in Genesis chapter 3. Again, this earth is cursed by the shedding of the blood of righteous people like Abel. It is also wet with the righteous and precious blood of the sinless Lamb of God, Jesus Christ. This earth was impure because of the blood of the martyrs, Christian martyrs, including apostles and other poor Christians all over the world. This earth is a witness for immoralities of human beings, abominations of human beings. അന്യായം, അനീതി, അശുദ്ധി, അസാൻമാർഗികത എന്നിങ്ങനെ സകലവിധ മ്ലേച്ഛതകൾക്കും സാക്ഷിയായി നിന്ന ഒരു ലോകമാണിത്, ഭൂമിയാണിത്. സാത്താന്റെ അധീനതയിലായിരുന്നു. And all these years, this earth and this world, they were under the lordship of the devil. And therefore, it is very much essential to renew it, very much essential to purify it. അതുകൊണ്ടൊക്കെ തന്നെ ഈ ഭൂമിയെ വിശുദ്ധീകരിച്ചേ പറ്റൂ. ഈ ഭൂമിയെ ശരിയാക്കിയെടുത്തേ പറ്റൂ. അതിനുവേണ്ടിയാണ് അഗ്നിയാലുള്ള ശുദ്ധീകരണം നടത്തുന്നത്. ഇപ്പോഴുള്ള ആകാശവും ഭൂമിയും സമുദ്രവും എല്ലാം അതുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോകുന്നു. Because of this reason, the present universe is rolled away from the presence of God. സർവ സൈന്യാധിപനായ, സർവ ന്യായാധിപനായ ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ നിന്ന്, നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഇപ്പോഴുള്ള ഈ ആകാശവും ഭൂമിയുമൊക്കെ അതുകൊണ്ട് തന്നെ ഒഴിഞ്ഞു പോകുന്നു, ഓടിപ്പോകുന്നു, മാറിപ്പോകുന്നു. അതിനുശേഷം നമ്മൾ 21, 22 അധ്യായങ്ങളിൽ കാണുന്നത് erection of the new heavens, the new earth and the new Jerusalem. ഇപ്പോഴുള്ളത് നീങ്ങിപ്പോകുന്നത്,
നാം 20:11 കണ്ടെങ്കിൽ 21 തുടക്കം മുതൽ നമ്മൾ കാണുന്നത് പുതിയ ആകാശം, പുതിയ ഭൂമി, പുതിയ യെരുശലേം എന്നിവയുടെ സ്ഥാപനമാണ്. പഴയതെല്ലാം കഴിഞ്ഞു പോകുന്നു. സ്തോത്രം. നമ്മുടെ ഇടയിലും സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫർണിച്ചേഴ്സ്, ഉപകരണങ്ങളൊക്കെ ആണെങ്കിലും ഒരു പുതിയ വീട്ടിലേക്ക് മാറുമ്പോൾ ആ പഴയതും കൊണ്ട് സാധാരണ പോകാറില്ല. സാധാരണ അങ്ങനെയാണ്. അതുകൊണ്ടും കൂടെ ആയിരിക്കാം നമ്മുടെ ഇടയിലൊക്കെ കല്യാണം കഴിക്കുന്ന സമയത്ത് നല്ല വാച്ചാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിലും അന്നേരം ഒരു പുതിയ വാച്ച് വാങ്ങും, ഒരു പുതിയ ബൈബിൾ വാങ്ങിക്കും. എല്ലാം പുതിയതാ. സൂട്ടും ഷൂസും സോക്സും എല്ലാം പുതിയതാ. പഴയതൊന്നും ഉപയോഗശൂന്യമായതുകൊണ്ട് മാറ്റിയതല്ല, ഒരു പുതിയ തുടക്കം. അപ്പോൾ പിന്നെ എല്ലാം അങ്ങ് പുതിയതായിരിക്കട്ടെ. മാറിപ്പോകുന്ന, നശിച്ചു പോകുന്ന, ഇളകിപ്പോകുന്ന, ആടിപ്പോകുന്ന ഈ പ്രപഞ്ചത്തെ മാറ്റി ഒരു പുതിയ തുടക്കം ദൈവം കുറിക്കുകയാണ്. അതിൽ വിശുദ്ധന്മാർ മാത്രമുള്ള, മറ്റാർക്കും പ്രവേശനമില്ലാത്ത, സ്തോത്രം, ഒരു പുതിയ ലോകം. ദൈവം ഏറ്റവും അധികം വിലമതിക്കുന്ന വിശുദ്ധന്മാരെയും കൊണ്ട് അവരോട് കൂടെ നിത്യത ചിലവഴിപ്പാൻ, അനന്തത ചിലവഴിപ്പാൻ സ്രഷ്ടാവ് ആഗ്രഹിക്കുമ്പോൾ, സ്തോത്രം, ദൈവത്തിന് പ്രത്യേകിച്ച് മുടക്കുമുതലൊന്നും ഇല്ലാത്ത ഒരു ശുദ്ധീകരണം ചെയ്യാൻ ദൈവം അങ്ങ് തീരുമാനിച്ചു എന്ന് മാത്രം. പറഞ്ഞ കാര്യം മനസ്സിലാക്കാണല്ലോ. ദൈവത്തിന് ഏറ്റവും മുടക്കുമുതലുള്ള, ദൈവം ഏറ്റവും കൂടുതൽ വില കൊടുത്ത വിശുദ്ധന്മാരുമായിട്ട് നിത്യത പങ്കിടുവാൻ ദൈവം വരുമ്പോൾ ദൈവത്തിന് പ്രത്യേകിച്ച് ഒന്നും മുടക്കുമുതൽ ഇല്ലാത്ത ഒരു പുതിയ സൃഷ്ടി നടത്താനും കൂടെ ദൈവം അങ്ങ് തീരുമാനിച്ചു. സ്തോത്രം. When Christ is now, or God is now beginning a new era with the saints for whom he paid the most, now he desires to make everything new, but with no cost for him. Understood? Now God is beginning a new beginning with the saints. Who are these saints? They are the people for him, for whom God cost everything. ഇപ്പോൾ ദൈവം തന്റെ വിശുദ്ധന്മാരുമായി ഒരു പുതിയ തുടക്കം ഇവിടെ ചെയ്യുകയാണ്. ആരാണ് ഈ വിശുദ്ധന്മാരെന്ന് പറയുന്നത്? ആർക്കു വേണ്ടി ദൈവം തനിക്കുള്ളത് മുഴുവനും ചിലവഴിച്ചുവോ, ആർക്കു വേണ്ടി ദൈവം തന്റെ പരമാവധി വില കൊടുത്തുവോ. സ്തോത്രം. മനസ്സിലായോ? ദൈവം ഇപ്പോൾ നിത്യത ചിലവഴിക്കാൻ പോവുകയാണ്. ആരോടൊപ്പം? ആർക്കു വേണ്ടിയാണോ ദൈവത്തിന് ഏറ്റവും കൂടുതൽ വില കൊടുക്കേണ്ടി വന്നത്
അവരുമായി. സ്തോത്രം. ദൈവത്തിന് ഈ പ്രപഞ്ചമെല്ലാം സൃഷ്ടിക്കാൻ വല്ല ചെലവും വന്നോ? സ്തോത്രം. He cost nothing to create all the entire world, the whole of the universe. Whether there were more than one universe, all these universes were made with no cost. ദൈവത്തിന് ഒരു വിലയും ഇല്ലാതെ, ഒരു ചെലവും ഇല്ലാതെയാണ് ഈ പ്രപഞ്ചങ്ങളെ മുഴുവനും ദൈവം സൃഷ്ടിച്ചത്. സ്തോത്രം. ഒരു സ്ക്വയർ ഫീറ്റിന് നമ്മുടെ വീട്ടിലൊക്കെ ഇട്ടിരിക്കുന്ന കൊച്ചു പഴയ ടൈൽസ്, ഏതാണ്ട് അത്രയും ഒരു ടൈലിന്റെ വലിപ്പം, ഏതാണ്ട് ഒരു സ്ക്വയർ ഫീറ്റ്. അതിന് ചിലടത്തൊക്കെ ലക്ഷങ്ങളാണ്. ജസ്റ്റ് ഒരു സ്ക്വയർ ഫീറ്റ്. നമുക്കിത്രയും ആയിരങ്ങളും ലക്ഷങ്ങളും ഒക്കെ ഒരു സ്ക്വയർ ഫീറ്റിന് ചെലവുണ്ടെങ്കിലും ദൈവത്തിന് ഇതെല്ലാം ഇങ്ങനെ സൃഷ്ടിച്ച് വെക്കാൻ ഒന്നും ചെലവായില്ല. ആകെക്കൂടെ ചെലവായത് എന്തേ ഉള്ളൂ? ഒരു വാക്ക്. ബസ്. ഉളവാകട്ടെ അല്ലെങ്കിൽ ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്ക്. സ്തോത്രം. ദൈവത്തിന് വേറെ ഒരു ചെലവില്ല. ഇനിയും വേണോ 10 നക്ഷത്രം 10 സൂര്യന്മാരെയും കൂടെ? ദൈവത്തിന് ചെലവൊന്നുമില്ല. Praise God. So for God, it costs nothing to create the whole of the universe, or even we can say the universes if there are more than one. Nothing cost, just a word. Just a word. Let there be so and so. ബസ്. ഇന്നതൊക്കെ ഉണ്ടാകട്ടെ എന്നൊറ്റ വാക്ക്. പക്ഷേ നമുക്ക് വേണ്ടിയോ, വിശുദ്ധന്മാർക്ക് വേണ്ടിയോ, നമ്മളെ സമ്പാദിക്കാൻ വേണ്ടിയോ? ഹല്ലേലൂയ. He cost everything. Everything he had. അതുകൊണ്ടാണ് നമ്മൾ പ്രസംഗത്തിൽ കേൾക്കാറുള്ളത്, ദൈവത്തിനാകെ ഒറ്റ പുത്രനെ ഉണ്ടായിരുന്നുള്ളൂ, ആ ഏകജാതനെ ദൈവം നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നു. സ്തോത്രം. അപ്പം ദൈവത്തിന് വേണ്ടി ഒരു വിശുദ്ധ സമൂഹത്തെ വാർത്തെടുക്കുവാൻ ദൈവത്തിന് വില കൊടുക്കേണ്ടി വന്നു. Never forget it. To make you and me a saint, God caused everything. Everything. അങ്ങനെ സമ്പാദിച്ച ദൈവത്തിന്റെ സഭയെ, ദൈവത്തിന്റെ ജനത്തെ നിത്യമായി പാർപ്പിക്കുവാൻ ഒരിടം ദൈവം അന്വേഷിച്ചപ്പോൾ, സ്തോത്രം, ഇത് വേണ്ടെന്ന് വെച്ചു. ഇത് വേണ്ട. ചിലപ്പോൾ മകൻ പറയുക, പപ്പ ഇത് മതി. പപ്പ പറയുക, വേണ്ടടം മോനെ, ഒരു പുതിയ എടുത്തോ. സ്തോത്രം. അങ്ങനെ ദൈവത്തിന് പ്രത്യേകിച്ച് ഒന്നും ചെലവാകുന്നില്ലെങ്കിലും, സ്തോത്രം, കർത്താവ് ഇവിടെ പുതിയ 3 കാര്യങ്ങളെ സൃഷ്ടിക്കുന്നു. പുതിയ ആകാശം, പുതിയ ഭൂമി, പുതിയ ജെറുസലേം.
യെരൂശലേം. 21-ന്റെ 1-ാമത്തെ വാക്യം, 21:1. And I saw a new heaven and a new earth. For the first heaven and the first earth were passed away, and there was no more sea. There was no more sea. അപ്പം ഇന്നുള്ളതെല്ലാം ആകാശവും ഭൂമിയും, ആകാശം പോയപ്പോൾ ആകാശത്തുണ്ടായിരുന്ന എല്ലാ സൗരയൂഥ സാമഗ്രികൾക്കും മാറ്റമുണ്ടായി. ഭൂമി മാറിയപ്പോൾ ഭൂമിയിലുള്ളതും എല്ലാം പോയി. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ ഭൂമിയിലുള്ള മൃഗസമ്പത്തും പക്ഷിമൃഗാദികൾ ഉൾപ്പെടെയുള്ളതല്ല. സമുദ്രം പോയപ്പം സമുദ്രത്തിലുള്ളതും എല്ലാം. അങ്ങനെ ഇന്നുള്ള ലോകത്തിലേത് മുഴുവനും മാറ്റിക്കളഞ്ഞിട്ട് ഒരു പുതിയ തുടക്കമാണ് നാം അവിടെ കാണുന്നത്. നമ്മൾ നേരത്തെ വായിച്ചിരുന്നതാണെങ്കിൽ കൂടെ 21-ാമത്തെ അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം കൂടെ, 21-23 also. And the city has no need of sun or moon to shine on it, for the glory of God gives it light, and its lamp is the Lamb. Lamb is the lamp. Praise God. അവിടെ നമ്മൾ കാണുന്നു സൂര്യനും ചന്ദ്രനും ഒന്നുമില്ല. അപ്പം 20-ന്റെ 11 നമ്മൾ കാണുന്ന ആകാശം പോയി. 21-ന്റെ 1 നമ്മൾ കണ്ടു. എന്താണ്? 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. ആ ഒഴിഞ്ഞു പോക്കോടുകൂടെ അവയിൽ ഉള്ളതുമെല്ലാം ഒഴിഞ്ഞു പോകുന്നു. സ്തോത്രം. 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞു പോകുമ്പോൾ അതിലുള്ളതുമെല്ലാം ഒഴിഞ്ഞു പോകുന്നു. സ്തോത്രം. അതാണ് യോഹന്നാനും തൻ്റെ 1-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ നമ്മോട് പറഞ്ഞത്. നമുക്ക് പരിചിതമായ വാക്യാണല്ലോ അതിൻ്റെ 15-ഉം 16-ഉം വാക്യങ്ങൾ. ലോകത്തെയും 15 and 16. 1 John chapter 2, 15-16. Love not the world, neither the things that are in the world. If any man love the world, the love of the Father is not in him. For all that is in the world, the lust of the flesh and the lust of the eyes and the pride of life is not of the Father, but is of the world. And the world passeth away and the lust thereof, but he that doeth the will of God abideth forever. Praise God. Do not love the world and the things that are in the world. ലോകത്തെയും ലോകത്തിൽ ഉള്ളതിനെയും സ്നേഹിക്കരുത്. കാരണം എന്താണ്? They pass away. അവയെല്ലാം ഒഴിഞ്ഞു പോകുന്നു. ഈ ഭൂമിയിലും ഈ പ്രപഞ്ചത്തിലുമുള്ള വസ്തുക്കൾ ഉൾപ്പെടെ എല്ലാം എന്ത് ചെയ്യുന്നു? ഒഴിഞ്ഞു പോകുന്നു. Including the materials in this world, in this universe, in this cosmos. Everything pass away. The material things. ഈ പ്രപഞ്ചത്തിലെ ഭൗമ വസ്തുക്കൾ ഉൾപ്പെടെയെല്ലാം ആര് മാത്രമേ ശേഷിക്കുള്ളൂ? സ്തോത്രം. നമ്മൾ ന്യായവിധിയെ കുറിച്ച് പഠിച്ചല്ലോ. അതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ മതി. ആര് അല്ലെങ്കിൽ എന്തു മാത്രമേ ഇന്നുള്ള പ്രപഞ്ചത്തിൽ ശേഷിക്കുള്ളൂ? ജീവപുസ്തകത്തിൽ പേരുള്ളവർ മാത്രം. ശരി, ജീവപുസ്തകത്തിൽ പേരുള്ളവർ.
അത് പക്ഷേ വസ്തുക്കളുമായി ബന്ധപ്പെട്ടും നമുക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് ശരിയാണെങ്കിലും അല്പവും കൂടെ ശരിയായിട്ടുള്ളത്. ലേക്ക് ഓഫ് ഫയറിനകത്ത് ഇടാത്തതല്ല. വെരി ഗുഡ്. അത് ഇച്ചിരി കൂടെ ഒന്ന് കൊരിന്ത്യർ 3:10 തൊട്ട് 15 വരെയുള്ള വാക്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തി പറഞ്ഞാൽ, അഗ്നിശോധനയെ അതിജീവിക്കുന്നവർ മാത്രം, ദൈവത്തിന്റെ അഗ്നിശോധനയെ അതിജീവിക്കുന്നവർ മാത്രമേ നശിക്കാതെ നിലനിൽക്കുകയുള്ളൂ. The whole of this universe, there are so many material things, including this earth, heavens, and the solar system. And there are so many other things which are materially existing. But only those things or those persons will remain, as per 1 Corinthians chapter 3:10-15. Everything or everyone that passes through the fiery test, which will not be perished in God's testing fire. And for that, it is essential to have the name written in the book of life. ദൈവത്തിന്റെ അഗ്നിശോധനയിൽ വെന്തുപോകാത്തവ മാത്രമേ, ദൈവത്തിന്റെ അഗ്നിശോധനയെ അതിജീവിക്കുന്നവ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അക്ഷരീയമായിട്ടും കൂടെ അതെടുത്താലും ശരിയല്ല. ഈ ഫയറി ടെസ്റ്റ്, അഗ്നിശോധന എന്നത് അക്ഷരീയമായി എടുത്താലും ശരിയാണ്. 2 പത്രോസ് 3:10 തൊട്ടുള്ള വാക്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തി അത് അക്ഷരീയമായും ശരിയാ. കാരണം ഈ പ്രപഞ്ചത്തെ ദൈവം ശുദ്ധീകരിക്കുന്നത് അഗ്നി കൊണ്ടാണ്. അഗ്നിയിൽ വെന്തുപോകാത്തത് എന്തുണ്ട് ഇവിടെ? സ്തോത്രം. ഇന്ന് നമ്മൾ കാണുന്ന ഈ ലോകത്തിൽ അഗ്നിയിൽ വെന്തുപോകാത്തത് ഒന്നുമില്ല. സ്തോത്രം. കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിലെ കടലിൽ കത്തിയ 2 ഷിപ്പുണ്ട്. അതിൽ ആദ്യത്തെ എത്ര ആഴ്ചകൾ ആ കടലിനകത്ത് കിടന്നത് കത്തിക്കൊണ്ടിരുന്നത്? എത്ര ആഴ്ചകളാ? ഒരു റീസൺലി there were shipwrecks, 2 shipwrecks in Kerala, and one was set on fire. For weeks together it was burning and burning in the ocean, in the sea. It is very fantastic. സമുദ്രത്തിനകത്ത് കിടന്ന് കത്തുന്നു ആഴ്ചകളോളം. അപ്പൊ അഗ്നിയിൽ വെന്തുപോകാത്തത് എന്തുണ്ട് ഇവിടെ? നമ്മുടെ കുട്ടിയങ്കളും ഒക്കെ ഉണ്ടായിരുന്ന മധ്യപ്രദേശിലെ സാരണി, അവിടെ വെസ്റ്റേൺ കോൾ ഫീൽഡ്സിന്റെ കോൾ മൈൻസുകളാണ്, കൽക്കരി ഖനികളാണ് അവിടെ ഉള്ളത്. ഒരല്പം മണ്ണ് കുഴിച്ച് അങ്ങോട്ട് ചെന്നാൽ കൽക്കരി അടുക്കി വെച്ചിരിക്കുന്ന വലിയ പാറകൾ പോലെയാ കാണുന്നത്. കിലോമീറ്ററുകളോളം അകത്തേക്ക് താഴോട്ടും പരന്നു. നദികളുടെയൊക്കെ അടിയിൽ വരെ
നദികളുടെയൊക്കെ അടിയിൽ വരെ കൽക്കരി ദൈവം പാകി വെച്ചിരിക്കുന്നു. 1-2 പ്രാവശ്യം ഞാനും ആ ഖനികൾക്കകത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ എപ്പോഴൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, തമ്പുരാനെ, അത് ഈ കൽക്കരി അത് നമ്മൾ ഈ ഉണങ്ങിയ സ്ഥലത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെരും മഴയത്ത് കിടന്നാലും ശരി, അന്നേരം എടുത്ത് കത്തിച്ചാൽ അതും കത്തും. സ്തോത്രം. അത് കഴിഞ്ഞിട്ടാണ് സ്തോത്രം ഗൾഫിൽ ഒരു സ്ഥലത്ത് പോയപ്പോൾ ഒരാൾ കൊണ്ടുപോയി എണ്ണക്കിണർ കാണിച്ചു, പെട്രോളിയം എടുക്കുന്ന സ്ഥലം. ഞാൻ വിചാരിച്ചു എണ്ണക്കിണർ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ നമ്മുടെ നാട്ടിലെ വെള്ളം കോരുന്ന കിണർ പോലെ, വെല്ല് പോലെ കുഴിച്ച് ഇങ്ങനെ ആഴമൊക്കെ കാണും, അവിടെ നിന്ന് ഇങ്ങനെ കോരിയെടുക്കുകയൊക്കെ ആയിരിക്കുന്ന. അവിടെ ചെന്നപ്പോൾ ഒന്നുമില്ല, ഒരു സബ്മർസിബിൾ മോട്ടർ വെച്ചിരിക്കുന്നത് പോലെ ഒരു സാധനമേ ഉള്ളൂ കണ്ടത്. ഈ കഴിഞ്ഞ, നിങ്ങൾക്കറിയാമല്ലോ, ഡിസംബർ മാസത്തിൽ അബുദാബി ആ ഭാഗത്ത് റുവൈസിൽ പോയപ്പോഴാണ് നമ്മുടെ സിസ്റ്റർ ദീനയുടെയൊക്കെ ആ സ്ഥലത്ത് ചുമ്മാതെ പൈപ്പ് താഴോട്ടങ്ങ് ഇറക്കി വെക്കുക. ഒരു മോട്ടർ, ഞാൻ വിചാരിച്ചു ഇവിടേക്കാണെങ്കിൽ 10 ഈവൻ 35-40 അടി, ഇപ്പോൾ അതിലൊക്കെ കൂടുതലാ. നേരത്തേക്കാണെങ്കിൽ ഒരു 35-40 ഫീറ്റൊക്കെ താഴോട്ട് ചെന്നാൽ വെള്ളം കിട്ടുമായിരുന്നു നമ്മുടെ ഇവിടെയൊക്കെ. അതുപോലും കൊച്ചുപയോഗമൊക്കെ ആണെങ്കിൽ മോട്ടർ വെളി വെച്ചാൽ മതി. അല്ല, കൂടുതൽ കൃഷിക്കൊക്കെ ആണെങ്കിൽ വലിയ ശക്തിയുള്ള മോട്ടറൊക്കെ കെട്ടിയിറക്കി വെള്ളത്തിനകത്തങ്ങ് ഇടുക, അവിടുന്ന് പിന്നെ ഇത് അടിച്ച് കയറ്റുക വെള്ളം. ഞാൻ വിചാരിച്ചു അതുപോലെയൊക്കെ മോട്ടറൊക്കെ ഇറക്കി വെച്ചായിരിക്കും ഈ പെട്രോളൊക്കെ എടുക്കുന്നതെന്ന്. പക്ഷേ പെട്രോൾ എടുക്കുന്ന ആ പ്രത്യേക സ്ഥലങ്ങളിലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയപ്പോൾ സഹോദരങ്ങൾ എന്നോട് പറഞ്ഞത്, ഒരു മോട്ടറും ഇല്ല. ഇത് വെറുതെ കുഴിച്ചൊരു പൈപ്പ് ഇടുക, ആ പൈപ്പിനകത്തൂടെ പെട്രോൾ അല്ലെങ്കിൽ ഓയിൽ ശുദ്ധീകരിച്ചൊക്കെ എടുക്കണം. പിന്നെ ഇങ്ങ് വന്നുകൊണ്ടിരിക്കുക വർഷങ്ങളോളം. അത്രയ്ക്ക് പ്രഷറാണെന്ന്. ഒരു മോട്ടറും വേണ്ടെന്ന്. എനിക്ക് അതിശയം തോന്നി. ഇങ്ങനെ നമ്മുടെ ഈ മണ്ണിന്റെ കുറച്ച് താഴേട്ട് കൽക്കരിയാകട്ടെ, പെട്രോളിയം ഉൽപ്പന്നങ്ങളാകട്ടെ, സ്വർണം, വെള്ളി, ഇരുമ്പ് പോലെയുള്ള ലോഹങ്ങളാകട്ടെ, ഒക്കെ തമ്പുരാൻ ഇങ്ങനെ ഹൈലി ഇൻഫ്ലെയിമബിൾ ആയിട്ടുള്ള, വളരെ ജ്വലനശീലതയുള്ള സംഗതികളൊക്കെ വെച്ചിട്ടുണ്ട്. അതിലെങ്ങാനും ഒന്ന് തീ പിടിച്ചാൽ മതിയല്ലോ. ഒരു എണ്ണക്കിണർ തന്നെ തീയിട്ടാൽ എത്ര വർഷം നിന്ന് കത്തും. ഒരു ഷിപ്പ് കടലിനകത്ത് കത്തിയിട്ട് ആഴ്ചകളോളം കത്തി കെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടും. പണ്ട് സദ്ദാം ഹുസൈൻ കുവൈറ്റിലെ എണ്ണക്കിണറുകൾക്ക് തീയിട്ടെന്നൊക്കെ വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ യുദ്ധസമയത്തും അങ്ങനെ സംഭവിച്ചു എന്ന് നമ്മളൊക്കെ വായിച്ചു. ഇതിനെല്ലാത്തിനും കൂടെ ഒരുമിച്ച് ദൈവം തീയിട്ടാലോ? ഏത് ഫയർ ബ്രിഗേഡാ വന്ന് കെടുത്താൻ പറ്റുന്നത്? വെറും ഒരു സാധാരണക്കാരന്റെ ചിന്തയിൽ ഞാൻ അങ്ങ് പറയുക, വെറും സാധാരണക്കാരന്റെ, ശാസ്ത്രമൊന്നും അറിയാത്ത ഒരു സാധാരണക്കാരന്റെ ചിന്തയിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതൊന്നും ദൈവത്തിന് വേണ്ട, എന്നാലും നമുക്കിത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള അക്ഷരീക അഗ്നിയിലാണെങ്കിൽ കൂടെ വെന്തുപോകാത്തവ മാത്രമേ ഇതിനപ്പുറത്തേക്ക് പ്രവേശിക്കുന്നുള്ളൂ. അങ്ങനെ വെന്തുപോകാത്തത് ആരു മാത്രമേ ഉള്ളൂ?
ജീവപുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്ന വിശുദ്ധന്മാർ, കർത്താവിൻ്റെ ന്യായവിധിയെ ജയിച്ച് മറുകരയെത്തുന്നവർ. ബാക്കിയുള്ള മനുഷ്യരാകട്ടെ, മനുഷ്യരെ നരകത്തിലേക്ക് തള്ളുന്ന കാര്യം നമുക്കറിയാം. ബാക്കിയുള്ള സകല വസ്തുക്കളും ജീവജാലങ്ങളും എല്ലാം വെന്തുരുകും, സകലവും വെന്തുരുകും. ഇന്ന് നാം കാണുന്ന ഭൂമിയിലെ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരല്ലാതെ യാതൊന്നും ആ നിത്യതയിലേക്ക് പ്രവേശിക്കയില്ല എന്ന് നാം മനസ്സിലാക്കിക്കൊള്ളുക. ഈ നിയമത്തിലെ വിശുദ്ധന്മാരോ? എന്തോ? പഴയ നിയമത്തിലെ വിശുദ്ധന്മാരോ? വിശുദ്ധന്മാരെന്നുള്ളതെല്ലാം അതിനകത്തിപ്പെടുന്നല്ലോ വിശുദ്ധന്മാർ. പഴയ നിയമത്തിലുള്ളവരായാലും പുതിയ നിയമക്കാരായാലും മഹാപീഡനക്കാരായാലും സഹസ്രാബ്ദക്കാരായാലും വിശുദ്ധന്മാർക്ക് എല്ലാവർക്കും വീണ്ടെടുപ്പിന് യേശുവിൻ്റെ രക്തം മാത്രമേ ഉള്ളൂ. അവരെല്ലാവരും നിത്യരക്ഷ, നിത്യജീവൻ പ്രാപിക്കുന്നവരാണ്. അവരെല്ലാവരും കർത്താവിനോട് കൂടെയുണ്ട്. ഹാബേൽ തുടങ്ങി ഇങ്ങോട്ടുള്ള സഹസ്രാബ്ദത്തിലെ ഏറ്റവും ഒടുവിലത്തെ വിശുദ്ധൻ വരെയുള്ളവരെല്ലാവരും ഈ വിശുദ്ധൻ എന്ന പ്രയോഗത്തിനകത്ത് ഉൾപ്പെടും. അപ്പോൾ അവർ ഒഴികെയുള്ളത് എല്ലാം, അവരൊഴികെയുള്ള മനുഷ്യരെല്ലാം നിത്യാഗ്നിയിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടു. ഇന്നലെ നമ്മൾ കണ്ടു മരണം ഉൾപ്പെടെ ഉള്ളവയെ രണ്ടാം മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. രണ്ടാം മരണത്തിന് വിട്ടുകൊടുക്കുന്നത്. അപ്പോൾ മനുഷ്യ സമൂഹം മാത്രം ഒന്നുകിൽ ദൈവത്തോടുകൂടെ അല്ലെങ്കിൽ രണ്ടാം മരണത്തിൽ പങ്കാളികളായിട്ട് മാറുന്നു. പിന്നെ ഇവിടെ ശേഷിക്കുന്നത് ആത്മാവില്ലാത്ത ജീവജാലങ്ങളും ജീവനില്ലാത്ത കുറെ വസ്തുക്കളും മാത്രമേ ഉള്ളൂ. അവയെല്ലാം ഈ ശുദ്ധീകരണ അഗ്നിയിൽ വെന്ത് നശിക്കുന്നു. അവയെ മുഴുവനും കർത്താവ് മാറ്റിക്കളയുന്നു. സ്തോത്രം. അതുകൊണ്ട് ഇവിടെയുള്ള ഒന്നും അങ്ങോട്ട് പോകില്ല, അങ്ങോട്ട് കയറില്ല. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത് ലോകത്തെയും ലോകത്തിലുള്ളതിനെയും യാതൊന്നിനെയും സ്നേഹിക്കരുത്. പിന്നെ നമ്മൾ ഈ ഭൂമി ജീവിക്കുമ്പം വസ്ത്രം വേണം, പക്ഷെ വസ്ത്രത്തോട് വലിയ സ്നേഹമൊന്നും അരുത്. ആഹാരം വേണം, അതിനോടും വലിയ കൊതിയും സ്നേഹവും ഒന്നും അരുത്. ഡോണ്ട് മാരി ഫുഡ്, ക്ലോത്ത്, എറ്റ്സെട്ര എറ്റ്സെട്ര. വസ്ത്രം, ഭക്ഷണം, ജോലി, വണ്ടി, എന്തൊക്കെ വേണമെങ്കിലും അതിൻ്റെ കൂടെ ചേർത്തോളൂ. ഇതിനെ ഒന്നിനെയും നമ്മൾ കല്യാണം കഴിക്കരുതെന്ന്. ഇതിനോടൊന്നിനോടും വിവാഹബന്ധം വേണ്ട. ഇപ്പം ഞാനൊരു വിവാഹിതൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പായാലും കല്യാണത്തിന് ശേഷമായാലും ഞാൻ യാത്ര ചെയ്യുന്നിടത്ത്, ഞാൻ താമസിക്കുന്നിടത്ത് ഒക്കെ ധാരാളം സ്ത്രീകളുണ്ട്, എന്നേക്കാൾ പ്രായം കൂടിയവരും കുറഞ്ഞവരും ഒക്കെ. ഞാൻ അവരെ ആരെയും വിവാഹം കഴിച്ചിട്ടില്ലാത്തത് കൊണ്ട് അവരോടൊക്കെ എനിക്കുള്ള ബന്ധം അന്നേരത്തേത് മാത്രമാണ്. എനിക്കെന്തെങ്കിലും ഒന്ന് ചോദിക്കണമെങ്കിൽ അവരോടൊന്ന് ചോദിക്കാൻ, അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വാങ്ങണമെങ്കിൽ ഒന്ന് വാങ്ങാൻ, അത്രമാത്രം ബന്ധം എനിക്ക് അവരുമായിട്ടുള്ളൂ. ആ ഒരു ആവശ്യം കഴിഞ്ഞു. ചിലപ്പോൾ ഒരു കടയിലിരിക്കുന്ന ഒരു പെൺകുട്ടിയാകാം, എനിക്ക് അവിടെ നിന്നൊരു സാധനം വാങ്ങുന്നു, അത്രമാത്രം എനിക്ക് ബന്ധമുള്ളൂ. ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നു, ഒരു എയർ ഹോസ്റ്റസ് ആകാം, ട്രെയിനിലോ ബസ്സിലോ യാത്ര ചെയ്യുന്നു,
ടിക്കറ്റ് ചെക്കറോ കണ്ടക്ടറോ ആകാം. അത്ര ബന്ധം മാത്രം. അവരോട് പ്രത്യേക സ്നേഹമോ മമതയോ കാര്യങ്ങളോ ഒന്നും എനിക്ക് തോന്നാറില്ല. എനിക്ക് എന്നത് നിങ്ങൾ ഓരോരുത്തരും അവരവർ തന്നെ ചിന്തിച്ചുകൊള്ളുക. ഉദാഹരണമായിട്ട് പറയുന്നു. എന്നാൽ ഞാൻ വിവാഹം ചെയ്ത ഒരു പെൺകുട്ടിയാണെങ്കിലോ, ഈ ബിസിനസ് കഴിഞ്ഞാലും എനിക്ക് ആ പെൺകുട്ടിയോട് സ്നേഹമുണ്ട്, ബന്ധമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഡോണ്ട് മാരി. ഈ ഭൂമിയിലുള്ള ഒന്നിനെയും കല്യാണം കഴിക്കരുത്. അവയോടൊന്നിനോടും നമുക്ക് സ്ഥായിയായ ബന്ധമോ സ്നേഹമോ പാടില്ല. ഞാൻ യാത്ര ചെയ്യുമ്പോൾ ധാരാളം സ്ത്രീകളെ കാണുമെങ്കിലും എല്ലാവരോടും ഞാൻ സംസാരിക്കത്തില്ല. എനിക്ക് അത്യാവശ്യമുള്ളവരോട് മാത്രം. ഈ ഭൂമിയിൽ ധാരാളം സാധനങ്ങളുണ്ട്, പക്ഷേ അതിൽ എനിക്ക് ബന്ധം എനിക്ക് അന്നേരം ആവശ്യമുള്ളതുമായി മാത്രം. കാര്യം മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ. സ്തോത്രം. അതാണ് യോഹന്നാൻ പറഞ്ഞത്, ഈ ലോകത്തെയും അതിലുള്ളതിനെയും സ്നേഹിക്കരുത്. എന്ന് വെച്ചാൽ ആഹാരവും വസ്ത്രവും ജോലിയും വീടും വണ്ടിയും ഒന്നും വേണ്ടെന്നല്ല. അതൊക്കെ നമുക്ക് ആവശ്യമാണോ? അതൊക്കെ ആകാം. പക്ഷെ എത്ര മാത്രമേ ആകാവൂ? ആവശ്യത്തിന്. അതിനോടൊന്നിനോട് നമുക്ക് സ്നേഹം ഉണ്ടാകരുത്. സ്നേഹം ഉണ്ടായാൽ ആവശ്യമില്ലെങ്കിലും നമ്മൾ അതൊക്കെ കൂടെ കൂട്ടും. അതൊന്നും നമ്മൾ കളയത്തില്ല. പക്ഷെ അതെല്ലാം നശ്വരമാണെന്ന് തിരുവെഴുത്ത് പറയുന്നു. While we are on this earth, we need clothing, food, sometimes vehicle, now cell phone, so on, so on, so on, so. But never marry with them, never love them. Just we can make use of them as long as they are a need for us, a requirement, but never our heart should be clinging to them, because the Bible says they are perishables. കാരണം അവയെല്ലാം നഷ്ടപ്പെട്ടു പോകും, നശ്വരമാണ്. അവയിലൊന്നിലും നമ്മുടെ ഹൃദയം പതിയരുത്. എന്നാൽ ഈ അഗ്നിയെ കടന്ന് നമ്മോടൊപ്പം പുതിയ ആകാശത്തിലേക്കും പുതിയ ഭൂമിയിലേക്കും പുതിയ യെരുശലേമിലേക്കും വരാൻ പറ്റുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനോട് മാത്രമേ നമുക്ക് പ്രിയമാകാവൂ, ബന്ധമാകാവൂ, സ്നേഹമാകാവൂ. സ്തോത്രം. But instead, if there are anything or there is anything that would pass through this fiery test and will follow us or cling to us and come to the new heavens, the new earth and the new Jerusalem, of course we can marry them, we can have an inseparable relation with them, because all these things are perishable. അതാണ് നാം കണ്ടത്. ഇന്ന് നാം കാണുന്നതെല്ലാം അഴിഞ്ഞു പോകും, അഴിഞ്ഞു പോകും. സ്തോത്രം. ഈവൻ അവർ ഫിസിക്, നമ്മുടെ ശരീരം ഉൾപ്പെടെ. സ്തോത്രം. നമ്മുടെ ശരീരം ഉൾപ്പെടെ. മിസ്റ്റർ യൂണിവേഴ്സ് ആയിട്ടും ദ സ്ട്രോങ്ങസ്റ്റ് മാൻ ഓഫ് ദ വേൾഡ് ആയിട്ടുമൊക്കെ അറിയപ്പെട്ട ചിലരുടെയൊക്കെ ഇപ്പോഴത്തെ ചിത്രം, ഇപ്പോഴത്തെ അവസ്ഥകളുമൊക്കെ നമ്മൾ വാർത്തകളിലൂടെ കാണുന്നുണ്ടാവും.
weight lifters, bodybuilders. പക്ഷെ ഇന്നത്തെ അവരുടെ അവസ്ഥ, ഒരു ഗ്ലാസ് വെള്ളം തനിയെ എടുത്ത് കുടിക്കുവാൻ കഴിയാത്ത അവസ്ഥയാണ്. ലോകത്തെ ഏറ്റവും വലിയ ബോക്സറായിരുന്ന മുഹമ്മദ് അലിയുടെ അവസ്ഥയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ന് ജീവനോടിരിക്കുന്ന ചിലരെയും മിക്കപ്പോഴുമൊക്കെ വീഡിയോസിലും വാർത്തകളിലും കാണാറുണ്ട്. അപ്പൊ നമ്മുടെ ഫിസിക്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സൗന്ദര്യം ഉൾപ്പെടെ ഉള്ളതെല്ലാം നശ്വരമാണ്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഈ ശരീരത്തിന് വേണ്ടി നമുക്കൊന്നും ആഗ്രഹിച്ചുകൂടെ? ഒരു കാര്യം മാത്രം, ഒറ്റ കാര്യം. ഈവൻ അവർ ഫിസിക്, അവർ ഹെൽത്ത്, അവർ ബ്യൂട്ടി, എവറിത്തിങ് also is perishable. Then what can we long even for our physical, our physical body? Only one thing. സ്തോത്രം. എന്തുമാത്രം നമുക്ക് ഈ ശരീരത്തിന് വേണ്ടി കൊതിക്കാം, അല്ലെങ്കിൽ ആഗ്രഹിക്കാം? നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ്. ആമേൻ. സ്തോത്രം. ഫിലിപ്പിയർ 3-ാം അധ്യായത്തിൽ പൗലോസ് തനിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത് പോലെയും, എബ്രായർ 11-ാം അധ്യായത്തിൽ അപ്പോസ്തോലൻ ചില പഴയ നിയമ വിശുദ്ധന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പോലെയും ഒറ്റ കാര്യം, ഫോർ എ ബെറ്റർ റിസറക്ഷൻ, ഏറ്റവും നല്ല ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിനായി ഈ ശരീരത്തിനായി നമുക്ക് ആഗ്രഹിക്കാം. മറ്റൊന്നും അരുത്. സ്തോത്രം. They are found in Philippians chapter 3 as well as Hebrews chapter 11. ഫിലിപ്പ് ലേഖനം 3-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം, 3 verse 11, Philippians. ഇങ്ങനെ, that by any means possible I may attain the resurrection from the dead. Enough. That by any means I may attain the resurrection from among the dead. ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം. സ്തോത്രം. അതാണ് പൗലോസ് തനിക്ക് വേണ്ടി ആഗ്രഹിച്ചത്. അപ്പോസ്തലൻ എബ്രായർ 11-ാമത്തെ അധ്യായത്തിൽ പഴയ നിയമ വിശുദ്ധന്മാരെ കുറിച്ച് പറയുന്ന കാര്യവും നമുക്കറിയാം. സ്തോത്രം. Others were tortured, not accepting deliverance, that they might obtain a better resurrection. Praise God. They may attain a better resurrection. സ്തോത്രം. എബ്രായർ 11-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 30 മുതൽക്കുള്ള വാക്യങ്ങളിൽ പഴയ നിയമ വിശുദ്ധന്മാരെ കുറിച്ച് പറഞ്ഞു വരികയാണ്. സ്തോത്രം. എങ്കിലും അതിൻ്റെ 35-ാമത്തെ വാക്യത്തിലാണ് പറയുന്നത്, ഏറ്റവും നല്ല ഒരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന്. സ്തോത്രം. 11:35 Hebrews, that they may attain a better resurrection. This is the only thing we can long for this body. We can pray for this body. സ്തോത്രം. ആരോഗ്യമായിട്ടിരുന്നാലും രോഗങ്ങൾ ബാധിച്ചാലും ഒക്കെ നമുക്ക് ദൈവത്തോട് ആഗ്രഹിക്കാൻ ഉള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഈ ലോകത്തെയും അതിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഇവയെല്ലാം നശ്വരമാണ്. The whole of the universe is rushing towards their
expiration, their expiry date. നമ്മൾ പാട്ട് പാടാറുണ്ടല്ലോ, സ്തോത്രം. യേശുദാൻ അരുളിയ വാഗ്ദത്തം നിറവേറ്റാൻ കാലങ്ങൾ നമ്മെ വിട്ട് പായുകയായി. ഇന്ന് നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യമാ, തീരെ സമയമില്ല. സമയം എത്ര പെട്ടെന്നാ പോകുന്നേ. ടൈം ഈസ് പാസിംഗ് ഫാസ്റ്റ്. സമയത്തോട് ചോദിച്ചേ, എന്താ ഇങ്ങനെ ഓടുന്നതെന്ന്. അവർ പറയും, സ്രഷ്ടാവ് തന്ന സമയം തീരാൻ പോവാ, അതുകൊണ്ട് ഞങ്ങള് ഓടുക വേഗതയോടെ. ഞങ്ങളുടെ എക്സ്പയറി, ഞങ്ങളുടെ കാലാവധി കഴിയാൻ പോകുന്നു. സ്തോത്രം. കാലാവധി കഴിയാൻ പോകുന്നു. അങ്ങനെ കാലാവധി കഴിയുന്ന ഇവയെല്ലാം മാറുമ്പോൾ നമ്മൾ കാണുന്ന 3 കാര്യങ്ങളാണ്: പുതിയ ആകാശം, പുതിയ ഭൂമി, പുതിയ യെരൂശലേം. സ്തോത്രം. പുതിയ യെരൂശലേം. രണ്ടാമത്തെ വാക്യവും കൂടെ 21:2, 21 റെവലേഷൻ. പുതിയ ജെറുസലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. കണ്ടോ? അപ്പം പുതിയ ആകാശം, പുതിയ ഭൂമി 1-ാം വാക്യത്തിൽ, പുതിയ യെരൂശലേം 2-ാം വാക്യത്തിൽ. New earth, new heaven in verse number 1, and in verse number 2 we have the new Jerusalem. സ്തോത്രം. ന്യൂ ജെറൂസലേം. ഒൻപതാമത്തെ വാക്യം, വേഴ്സ് നമ്പർ 9. Then came one of the 7 angels who had അന്ത്യമുള്ള 7 നിറഞ്ഞ 7 കലശം ഉണ്ടായിരുന്ന 7 ദൂതന്മാരിൽ ഒരുത്തൻ വന്ന് എന്നോട്, വരിക, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. 10-ാം വാക്യവും കൂടെ. അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്നൊരു വൻമലയിൽ കൊണ്ടുപോയി. ജെറൂസലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ്സായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. സ്തോത്രം. അപ്പോൾ ഇവിടെ എല്ലാം നാം കാണുന്നത് പുതിയ യെരൂശലേം, പുതിയ യെരൂശലേം. അപ്പോൾ പഴയതെല്ലാം മാറുന്നു, ഇവയെല്ലാം പുതിയതാകുന്നു. ആ പുതിയ ആകാശഭൂമികളിൽ സമുദ്രങ്ങളില്ല. ഇപ്പോൾ നമുക്കറിയാം 2/3 ഇന്നത്തെ ഭൂമിയുടെ 2/3 ഭാഗവും വെള്ളമാണ്. എന്നാൽ അന്ന് സമുദ്രമില്ല. സമുദ്രമില്ലാത്ത ഒരു ഭൂമി. We don't know whether that earth will be bigger or smaller. We don't know the size. ഇന്നത്തേതിനേക്കാൾ വലിയ ഭൂമി ആയിരിക്കുമോ ചെറിയ ഭൂമി ആയിരിക്കുമോ എന്നൊന്നും അറിഞ്ഞുകൂടാ. ഏതായാലും അന്നത്തെ ഭൂമിക്ക് അല്ലെങ്കിൽ അന്നത്തെ ഭൂമിയിൽ സമുദ്രമില്ല എന്നുള്ളത് വ്യക്തമാണ്, എഴുതിയിരിക്കുന്നു. സൂര്യനും ചന്ദ്രനും തുടങ്ങിയുള്ള കാര്യങ്ങളൊന്നുമില്ല. അത് നമ്മൾ 21-23 നിന്ന് കണ്ടു. There will be no these solar systems, no sea. We don't know the size of that earth.
moreover, the Bible doesn't give that much light into the new heaven and new earth, but rather it speaks about the new Jerusalem. ഈ അധ്യായങ്ങളിൽ അല്ലെങ്കിൽ ബൈബിൾ മൊത്തമായി നമുക്ക് പുതിയ ആകാശത്തെയും പുതിയ ഭൂമിയെയും കുറിച്ച് വലിയ കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങളൊന്നും പഠിപ്പിക്കുന്നില്ല. എന്നാൽ അതിനേക്കാൾ കൂടുതൽ നമ്മളെ പുതിയ യെരുശലേമിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരു വിഷയം, പഴയ നിയമ ഇസ്രായേലിന് അവർക്ക് നൽകപ്പെട്ട വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളുമൊക്കെ സ്ഥലകാലങ്ങളിൽ പരിമിതമായിരുന്നു. എന്നാൽ പുതിയ നിയമ സഭയ്ക്ക് നൽകപ്പെട്ടിട്ടുള്ള വാഗ്ദത്തങ്ങൾ സ്ഥലത്തോട് ബന്ധപ്പെട്ടതല്ല. For the Israelites, God's promises and God's blessings were related to geographical areas or places, literal places. But the promises and the blessings given to the church, the New Testament people, it's not something related to places, including the new earth, new heaven, and new Jerusalem. സ്തോത്രം. പഴയ നിയമത്തിൽ ഇസ്രായേലിന് നൽകപ്പെട്ടിട്ടുള്ള വാഗ്ദത്തങ്ങൾ ഇങ്ങേയറ്റം ദൈവ സാന്നിധ്യത്തിന്റെ വാഗ്ദത്തം പോലും സ്ഥലത്തോട് ബന്ധപ്പെട്ടതാണ്. യെരുശലേമിനോട്, ഇസ്രായേലിനോട് ഒക്കെ ബന്ധപ്പെട്ടതാണ്. എന്നാൽ പുതിയ നിയമസഭയ്ക്ക് നൽകപ്പെട്ടിട്ടുള്ള വാഗ്ദത്തങ്ങൾ അങ്ങനെ ഒരു സ്ഥലത്തോട് ബന്ധിതമായതല്ല. എന്തിനേറെ പറയുന്നു, സ്വർഗമെന്ന സ്ഥലത്തോട് പോലും ബന്ധിതമായ വാഗ്ദത്തങ്ങളല്ല ദൈവസഭയ്ക്ക് നൽകപ്പെട്ടിട്ടുള്ളത്. സ്തോത്രം. സ്ഥലത്തോടുള്ള ബന്ധത്തിൽ അല്ല. പിന്നെന്താ കർത്താവ് പറയുന്നത്? പുതിയ നിയമത്തിൽ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള വാഗ്ദത്തങ്ങൾ എന്തിനോടനുബന്ധിച്ചാണ്? അതും കൂടെ പറഞ്ഞെങ്കിൽ നിർത്താം. വിശദീകരണം നമുക്ക് നാളെ ആകാൻ കർത്താവ് വന്നില്ലെങ്കിൽ. Kingdom of God. അത് സ്ഥലമായില്ലേ? To be with him. To be with him. Right. പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് ദൈവസഭയ്ക്ക് നൽകപ്പെട്ടിട്ടുള്ള അനുഗ്രഹവും വാഗ്ദത്തവും ഒരു സ്ഥലത്തോടുള്ള ബന്ധത്തിലല്ല. ഈവൻ ദൈവരാജ്യം എന്ന ഒരു സ്ഥലമോ സ്വർഗമെന്ന സ്ഥലമോ പോലും അതിൽ അപ്രധാനമാണ്. പിന്നെ ഒരു വ്യക്തിയോട് അനുബന്ധിച്ചാണ് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള വാഗ്ദത്തങ്ങൾ. ആ വ്യക്തി ഞാനിരിക്കുന്നിടത്ത് നിങ്ങളെയും ചേർക്കേണ്ടതിന്. അതെ, അവിടെ സ്ഥലത്തേക്കാൾ പ്രധാനം എന്താ? ഞാൻ ഇരിക്കുന്ന ഇടത്ത് കർത്താവിനോടൊപ്പം. നമുക്ക് സ്ഥലമല്ല പ്രധാനം, ഒരു വ്യക്തിയാണ്. The focus of the Old Testament was a place, but in the New Testament the focus is a person. സ്തോത്രം. A person. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണത്. സ്തോത്രം. വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. യോഹന്നാൻ 14:3 ഇപ്പം ജോക്കുട്ടിച്ചാൻ പറഞ്ഞ വാക്യം,
അവിടെ 2 പ്രയോഗങ്ങൾ കണ്ടോ? ഞാൻ ഇരിക്കുന്ന ഇടത്ത്, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന്, അല്ലെ നിങ്ങളെയും ഇരുത്തേണ്ടതിന് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തോളൂ. എന്റെ അടുക്കൽ. സ്ഥലമല്ല അവിടെ പ്രധാനം. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ നമ്മുടെ ക്ലാസ്സിൽ ഒരു വാർത്ത കാണിച്ചായിരുന്നല്ലോ. നമ്മുടെ കേരളത്തിലെ 2 പെൺകുട്ടികളെ കുറിച്ച്. അവരുടെ സ്കൂളിൽ പോകുന്നതും ഒരു ആശുപത്രിയിൽ നിന്നാണ്, ആ കുഞ്ഞുങ്ങള് തിരികെ വരുന്നതും ആശുപത്രിയിലേക്കാണെന്നും പറഞ്ഞ ഒരു വാർത്ത. കാരണം അപ്പനും അമ്മയും ആശുപത്രിയില്ല. ആ കുഞ്ഞുങ്ങളുടെ പിതാവിന് ഒരു അപകടം സംഭവിച്ച് കിടക്കയിലാണ്, തളർന്നു കിടക്കുകയാണ് മാസങ്ങളായിട്ട്, ആശുപത്രി കിടക്കയില്ല. തൻ്റെ ഭർത്താവിനെ ശുശ്രൂഷിക്കാൻ ഈ കുഞ്ഞുങ്ങളുടെ അമ്മയും ആശുപത്രിയിൽ തന്നെ. അതുകൊണ്ട് ഈ കുട്ടികൾ സ്കൂൾ വിട്ടാൽ നേരെ വരുന്നത് ആശുപത്രിയിൽ, താമസിക്കുന്നത് ആശുപത്രി മുറിയിൽ, സ്കൂളിൽ പോകുന്നത് ഇവിടെ നിന്ന്. വീട്ടിൽ ഇല്ല, ഞങ്ങളുടെ അച്ഛനും അമ്മയും ഇവിടെയാ, അതുകൊണ്ട് ഞങ്ങൾക്ക് വീടെന്ന സ്ഥലമല്ല പ്രധാനം, ഞങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും സാന്നിധ്യമാണ്. സ്തോത്രം. വേറെയും ഭാഗങ്ങൾ ഉണ്ടെങ്കിലും അത് നമുക്ക് കർത്താവിൻ്റെ വരവ് താമസിച്ച നാളെ ചിന്തിക്കാം. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം ക്രിസ്തു ആകട്ടെ. സ്തോത്രം. പുതിയ ആകാശത്തേക്കാൾ, പുതിയ ഭൂമിയേക്കാൾ, പുതിയ യെരുശലേമിനേക്കാൾ നമ്മുടെ ശ്രദ്ധ നമുക്ക് വേണ്ടി മുഖം തുപ്പലിന് മറയ്ക്കാതിരുന്ന, പുറം അടിക്കുന്നവരുടെ മുമ്പിൽ കുനിയിച്ചു കൊടുത്ത, വസ്ത്രം അഴിച്ചവരോട് അരുതെന്ന് പറയാതിരുന്ന, നമുക്ക് വേണ്ടി ഇതെല്ലാം സഹിച്ച, തൻ്റെ ചങ്കിലെ അവസാനത്തുള്ളി ചോര വരെയും ഊറ്റിത്തന്ന് നമ്മെ സ്നേഹിച്ച നമ്മുടെ പ്രാണനാഥനാകട്ടെ. ആ കർത്താവിനോടൊപ്പമുള്ള നിത്യത നമ്മുടെ ആത്യന്തിക ലക്ഷ്യമായി കണ്ടുകൊണ്ട് നശ്വരമായ ലോകത്തെ വിട്ടോടാം. അതിനായി നമുക്ക് സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.